Hi guys, welcome back to another video. ഇന്ന് നമ്മുടെ the whole new Hero Maverick 440 ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. So without wasting much of time, let's get started. നമുക്കെല്ലാവർക്കും ഹീറോയെ പറ്റി പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന സ്പ്ലെൻഡർ ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെയുള്ള കമ്പ്യൂട്ടർ സെഗ്മെന്റിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരിൽ ഒരാളാണ് നമ്മുടെ ഹീറോ. അവരുടെ ഫസ്റ്റ് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് ഈ വണ്ടി. നമുക്ക് അപ്പം ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇനി കിടക്കാം. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വേണം നമുക്കിവിടെ മീറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഷാമ്പയിൻ ഗോൾഡിലുള്ള റിംഗ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡിമ്മും ബ്രൈറ്റ് ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീറോയുടെ സിമ്പിളിനെ നോട്ട് ചെയ്യുന്ന എച്ചിന്റെ രീതിയിലുള്ള 2 ഡിയാർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളിൽ നമുക്ക് ഡിമ്മ് കാണാൻ പറ്റുന്നുണ്ട്, താഴെ പ്രൊജക്ടർ ആയിട്ടുള്ള ബ്രൈറ്റ് കാണാൻ പറ്റുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ് ആണ്. അതായത് രാത്രിയാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലാംപ്സ് തെളിഞ്ഞു വരുന്നതാണ്. പിന്നെ വെട്ടം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. ഇനി വണ്ടിയുടെ ഇൻഡിക്കേറ്ററിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ റൗണ്ട് ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ നടുക്ക് ഹീറോയുടെ ഒരു എംബ്ലം 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഹാർലി ഡേവിഡ്സൺ X440 നമുക്ക് ഹാർലിയുടെ സിമ്പിളായിരുന്നു കൊടുക്കുന്നത്, ഇവിടെ ഹീറോയുടെ സിമ്പിളാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ലൈറ്റ്സ് ഫ്രണ്ടും ബാക്കും എല്ലാം LED യൂണിറ്റ്സ് ആണ് കമ്പനി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. ഇനി വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 43 mm ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കുണ്ടും കുഴിയെല്ലാം അബ്സോർവ് ചെയ്യുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഫെൻഡർ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടയറിന്റെ സൈസിലേക്ക് കിടക്കുന്നത് 110, 70, 15 MRFന്റെ സാപ്പട്ടേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പം ടോപ്പ് വേരിയന്റ് ആയതിന് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഇതിന്റെ താഴത്തെ വേരിയന്റ് മിഡ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അലോയ് വീൽസ് തന്നെയാണ്. പിന്നെ ഏറ്റവും താഴത്തെ വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പോക്ക് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡിസ്കിന്റെ സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ 320 mm ഡുവൽ ചാനൽ ABS ഉള്ള ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇനി വണ്ടിയുടെ ടാങ്കിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ ടാങ്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതേ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്യൂൽ ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടാങ്കിന്റെ സൈഡിലേക്ക് ഉള്ള 13 ലിറ്ററിന്റെ ടാങ്കാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിവിടെ മാവറിക് 440 എന്നുള്ള എഴുത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ടാങ്കിൽ നിന്നും മാവറിക് 440 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വേരിയൻസിനനുസരിച്ച് എഴുത്ത് മാറുന്നുണ്ട്. ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ടാണ് ഇവിടെ 3D ബാഡ്ജിങ് കൊടുത്തേക്കുന്നത്. നമുക്ക് മിഡിൽ വേരിയന്റ്, ലോ വേരിയന്റ് സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഹീറോയുടെ ഒരു എഴുത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള മെറ്റൽ പീസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രെയിമിന്റെ സൈഡിലേക്ക് കിടക്കുന്നത് ഒരു ടെലിഫ്രെയിം ആണ്. പിന്നെ എഞ്ചിന്റെ സൈഡിലേക്ക് കിടക്കുന്നത് ഇതൊരു 440cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് 4-stroke എഞ്ചിനാണ് കൊടുത്തേക്കുന്നത് വണ്ടിക്ക് എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആയിട്ട്. ഇനി നമ്മൾ എഞ്ചിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതൊരു ലോങ് സ്ട്രോക്ക് 2 valve എഞ്ചിനാണ് കമ്പനി വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 27 PS പവർ അറ്റ് 6000 RPM അതുപോലെ തന്നെ 36 Nm ടോർക്ക് അറ്റ് 4000 RPM ആണ് ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിന്റെ ടിന്നായ ഹാർലി ഡേവിഡ്സൺ X40 38 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗേഴ്സ്. ഈ വണ്ടിയുടെ എഞ്ചിന് ഹീറോ കൊടുത്തേക്കുന്ന പേര് X-Torque എന്നാണ്. പിന്നെ നമുക്ക് ഇവിടെ ഹീറോയുടെ നല്ലൊരു ബാഡ്ജിങ് കാണാൻ പറ്റും, 3D ബാഡ്ജിങ്. ഇത് ഓരോ മോഡൽസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു പ്രൊട്ടക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹോണിന് വേണ്ടി തന്നെ ഇവിടെ പർട്ടിക്കുലർ സ്പേസിങ് കട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഇനി നമ്മൾ വണ്ടിയുടെ സസ്പെൻഷന്റെ സൈഡിലേക്ക് എടുക്കുന്നത് ഒരു 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഡ്യുവൽ സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത്. അത് ഹൈഡ്രോളിക് ആണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് കമ്പനിയെ സഹായിച്ചേക്കുന്നത്. പിന്നെ ഇതിന്റെ സൈലൻസറിന്റെ ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹാർലി ഡേവിഡ്സൺ X440 കണ്ടേക്കുന്ന ഒരു സിലിണ്ടറിക് ടൈപ്പ് ആയിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഈ ഡിസൈനും കാര്യങ്ങളും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ ഡിസ്പ്ലേക്കിലേക്ക് എടുക്കുകയാണ് 240 mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതും ഡുവൽ ചാനൽ ABS ആണ്, വൈബ്രയുടെ തന്നെ കാലിബേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടയറിന്റെ സെക്ഷനിലേക്ക് കിടക്കും 150, 60, 15 സെക്ഷൻ ടയേഴ്സ് ആണ്, MRF സാപ്പേഴ്സിന്റെ ടയേഴ്സ് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഹാർലി ഡേവിഡ്സൺ X440യേക്കാളും. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് H ഷേപ്പിലുള്ള ഒരു ബാക്കിലത്തെ ലൈറ്റ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ തന്നെ ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് ഹീറോയുടെ സിമ്പിൾ ഉണ്ട്. അവിടെ തന്നെ നല്ലൊരു എക്സ്റ്റൻഷൻ വന്നിട്ട് അതേ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്രിന്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മറ്റേതൊരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു. ഇവിടെ ഒരു അത്യാവശ്യം ഒരു വെറൈറ്റി ഫീലിംഗിലാണ് നമുക്ക് ഈ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇനി വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരില്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള നമ്മുടെ ലേഡീസ് ഫുഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേ വണ്ടിയെ കണ്ടേക്കുന്ന അതേ രീതിയിലുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളുമാണ് ഇതേ കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റിങ്ങിന്റെ സൈഡിലേക്ക് വരുന്നത് അത്യാവശ്യം നല്ല വെൽ കുഷൻഡ് ആയിട്ടുള്ള സിംഗിൾ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഓരോ വേരിയൻസിന് അനുസരിച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം മാറുന്നതാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പിടിച്ചിരിക്കാനായിട്ട്. പിന്നെ അതേ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഒരു നട്ടും ബോട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തരുന്ന സ്വിച്ചസ് തന്നെയാണ് ഹീറോ വണ്ടി കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഡിമ്മും ബ്രൈറ്റും പാസും ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുള്ള സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഹോണിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഹസാർഡ് ലൈറ്റ്, എഞ്ചിൻ ഇഗ്നിഷൻ സ്റ്റാർട്ട് ഓഫിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ SOC സ്വിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയായിട്ടുള്ള സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു മീറ്ററാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് വേണ്ട ഇൻഫർമേഷൻ എല്ലാം കമ്പനി നിറച്ചിട്ടുണ്ട്.
നമുക്ക് ഓണായി വരുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വന്നു. നമുക്ക് ഓളോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, വണ്ടിയുടെ സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ RPM മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ടൈം കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ABS-ന്റെ വാണിങ്, ഓയിലിൻ്റെ വാണിങ്, FI-യുടെ വാണിങ്, ഫ്യൂവലിൻ്റെ വാണിങ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വാണിങ്, സൈഡ് സ്റ്റാൻഡ്, നമ്മുടെ ഡിം, ബ്രൈറ്റ്, ന്യൂട്രൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ സ്വിച്ച് ഞെക്കുന്നതനുസരിച്ച് ട്രിപ്പ് A വരുന്നുണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്, ആവറേജ് മൈലേജ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് ടു MT വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് കോൾ അലേർട്സ് കിട്ടുന്നുണ്ട്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു ചെറിയൊരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഹെഡ് ലാംപ്സ് ഓട്ടോമാറ്റിക്കലി ഓൺ ആകാൻ വേണ്ടിയുള്ള സെൻസർ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സെൻസർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ എൻ്റെ വിരലിൽ വെച്ച് ഈ സെൻസറിൻ്റെ ഇവിടെ മറച്ചു പിടിക്കാം. അപ്പം കണ്ടല്ലോ നിങ്ങൾ ലൈറ്റ് ഓൺ ആകുന്നത്. ഇനി ഞാൻ ഈ സെൻസറിൽ നിന്ന് കൈ എടുക്കാം. ശകല ലാഗ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഹെഡ് ലാമ്പ് ഓഫ് ആകുന്നത്. ഇതിൻ്റെ ടെക്നോളജി വെച്ചാൽ നമ്മുടെ മൊബൈലിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റ് ആകുന്ന പോലെ തന്നെയാണ് ഇതിലും അഡ്ജസ്റ്റ് ആകുന്നത്. നമുക്കിനി ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങോട്ടൊന്ന് കേട്ട് നോക്കാം. അത്യാവശ്യം ബാസിയായിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഈ വണ്ടിയുടെ സൈലൻസർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വണ്ടിയുടെ പ്രൈസസ് കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.53 ആണ് ലോ വേരിയന്റിന്, മിഡിൽ വേരിയന്റിന് 2.73, ടോപ്പ് വേരിയന്റിന് 2.95 ആണ്. എന്ന് വെച്ചാൽ പോലും ഹാർലി ഡേവിഡ്സണുമായിട്ട് ഏകദേശം 1 ലാഖോളം നിങ്ങൾക്ക് ഈ വണ്ടി സേവ് ചെയ്യാൻ പറ്റുന്നത്. ഹാർലി ഡേവിഡ്സൺ കോട്ടയത്തെ പ്രൈസ് 3.70 ആണ്. അപ്പം മറ്റൊരു വീഡിയോ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.